പ്രമേഹം അഥവാ ഡയബറ്റീസിന് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് പ്രയോഗ രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് ഇത്. അല്ലർജുന്റെ മിക്സോഡൈബ് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഔഷധ കൂട്ടാണ്. പ്രത്യേകിച്ച് കരിഞ്ജീരകത്തിന്റെ മിശ്രിതം ഉൾപ്പെടെ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കേണ്ട വിധമെന്ന് പറയുന്നത് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം നല്ല തിളപ്പിച്ചെടുത്ത 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പൗഡറാണ് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യണം. അതിനുശേഷം നമുക്കത് അരിച്ചെടുത്ത് ഇളം ചൂടോടുകൂടിയാണ് കുടിക്കേണ്ടത്. ഇങ്ങനെ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. വർഷങ്ങളായിട്ട് തന്നെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പ്രീ ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾ, ഇവർക്കെല്ലാം ഈ ഒരു മരുന്ന് കഴിക്കാവുന്നതാണ്. പൂർണ്ണമായിട്ടും ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മരുന്നായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും വരുന്നില്ല. അപ്പോൾ ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന് നല്ലൊരു മിതത്വം പാലിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 4-5 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതും കുഴപ്പമില്ല. എന്നാലും ഒരു സമയത്തിന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ഷുഗറിനെ വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അരിയാഹാരങ്ങൾ, അതിനെ നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യണം. മധുരമുള്ള ഉൽപ്പന്നങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കലർപ്പില്ലാത്ത പാനീയങ്ങൾ കുടിക്കുന്നതും ഷുഗറിനെ നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഒരു ദിവസം 1.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും മധുരം കുറഞ്ഞ, അധികം പഴുപ്പില്ലാത്ത പഴവർഗ്ഗങ്ങൾ കഴിക്കാനും പ്രത്യേകം ശ്രമിക്കുക. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് വൈറ്റമിൻസും മിനറൽസും വർദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമുക്ക് വ്യായാമം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വ്യായാമം ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഇൻസുലിന്റെ അളവിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഇത് സഹായകമാവുന്നുണ്ട്. ബ്ലഡിന്റെ സർക്കുലേഷൻ വർദ്ധിക്കാനും മാംസപേശികൾക്ക് ബലം വർദ്ധിക്കാനും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വ്യായാമം. അപ്പോൾ എന്തായാലും ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പല മരുന്നുകൾ പരീക്ഷിച്ച് കൺട്രോൾ ആക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന ഒരവസരത്തിൽ അല്ലർജുന്റെ ഈ ഒരു മിക്സോഡൈവ് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മരുന്ന് നിങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. അല്ലർജുന്റെ മിക്സോഡൈവ്. ഓക്കെ.